അവനൊരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണിത്. ആശാൻ എന്നെ ഒന്ന് സഹായിക്കണം. അവനു പണി കൊടുക്കാൻ ഞാനിവിടെ മലുമാളൊന്നും നടത്തുന്നില്ല. അയ്യോ, ആശാന്റെ ഈ ചീഞ്ഞളിഞ്ഞ തമാശ പറയാനുള്ള അവസരം മല്ലിത്. ഒന്ന് സഹകരിക്ക്. എങ്കിൽ വാ. ഇതാണ് ആ കൊക്കിന്റെ കൊക്ക്. ആശാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത്? നല്ല ഒന്നാം തരം കൊക്ക്. അവൻ അലവലാതിയാണെങ്കിലും സൗന്ദര്യമുള്ളവനാണെന്ന് തോന്നുന്നു. അതല്ല, അവനെ വകവരുത്താൻ എന്തെങ്കിലും പോംവഴിയുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഇനി ഐഡിയ ഒന്നും വേണ്ട. അവനുള്ള പണി ആ പാമ്പ് കൊടുത്തോളും. ദാ കണ്ടോ. എന്റെ അമ്മോ, പാമ്പ്! എന്തുവാടേ ഇത്? സമാധാനമായി നീന്താൻ സമ്മതിക്കില്ലേ നീ? ഞാൻ മീനാണെന്ന് വിചാരിച്ച ഒരൊറ്റ കൊത്തിന് നിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഒരു പാവം കൊക്കാണ് ഞാൻ. ശരി ശരി. ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെയാ സ്വദേശം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥിരം നാടൊന്നുമില്ല. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടം. നിങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നല്ലോ. വല്ല തടിമിടുക്കമുള്ള മീനുകളും ഉണ്ടോ അകത്ത്? ഉണ്ടെങ്കിൽ കിട്ടിയാൽ അകത്താക്കാമായിരുന്നു. എടോ, മീനിനെ വേണമെങ്കിൽ ഊളിയിട്ട് പിടിക്ക്. നല്ല യമണ്ടൻ കൊക്കില്ലേ തനിക്ക്? വിരോധമില്ലെങ്കിൽ മീനിനെ പിടിച്ചു തന്നാൽ വലിയ ഉപകാരമായേനെ. പിന്നെ എനിക്കതല്ലേ പണി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? വിശന്നിട്ട് വയറ് പൊരിയുന്നു. എത്ര മീനിനെ അകത്താക്കി? 10 എണ്ണത്തിനെ. 10 എണ്ണത്തിനെയോ? നീ കൊള്ളാലോ. അതല്ല, 10 എണ്ണത്തിനെ അകത്താക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നിനെയും കിട്ടുന്നില്ല. ഞാൻ കൊക്ക് വെള്ളത്തിന്റെ അടിയിലിട്ടു. ഒന്നുപോലും വരുന്നില്ലടേ. കൊക്കിലേക്ക് മീൻ ഓട്ടോറിക്ഷ പിടിച്ച് വരുമോടാ മണ്ട. നിന്റെ കൊക്കെന്താ ഓട്ടോ സ്റ്റാൻഡാണോ? കൊക്കാണത്രേ കൊക്ക്. ഇത്രയും കാലമായിട്ടും ഒരു മീനിനെ കൊത്തിയെടുക്കാൻ പോലും അറിയില്ല. നിനക്കറിയോ? ആദ്യം വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ഏതെങ്കിലും ഒരു മീനിനെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് സൂത്രത്തിലൊരു കൊത്ത്. ഇത്രയേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ദേ, ഒരു മീനിനെ ഫോക്കസ് ചെയ്തു. ഇന്ന് പിടിച്ചോ. പണി പാളിയോ? അയ്യോ, ഞാനിതാ പോകുന്നേ. നീയോ? നീ ഇവിടെ വന്നോ? എന്താ ഇവിടെ വല്ല ലോക്ക്ഡൌൺ ഉണ്ടോ? എടാ ഉടങ്കൊല്ലിക്കൊക്കെ, എന്റെ അരുവിക്കരയിൽ നിന്നും തിരിഞ്ഞു കളിച്ച് എന്റെ ഏതെങ്കിലും പിള്ളേരെ കുത്തി ചാപ്പിടാനാണ് നീ തീരുമാനിച്ചതെങ്കിൽ നിന്റെ കൊക്കിൽ കടിച്ച് ഞാൻ തറയിലടിക്കും. നിനക്കറിയില്ല ഈ കിങ്കര മീനെ. ചിമ്പമീനെ പറഞ്ഞു കൊടുക്ക. അതെ, ഈ കുളത്തിലെ ഏറ്റവും വലിയ അലവലാതിയാണ് കിങ്കരൻ മീനാശാൻ.